പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിലെ മൂന്നാം അമൃത സ്നാനത്തിന് വൻ ഭക്തജന തിരക്ക്. ബസന്ത് പഞ്ചമി ദിനത്തിലെ അമൃത സ്നാനത്തിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് പേരാണ് ത്രിവേണി സംഗമത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് UP സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മോത്തി, ഗുഡ് മോർണിംഗ്. ഈ ബസന്ത് പഞ്ചമി ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൃത സ്നാനങ്ങളിൽ 3 അമൃത സ്നാനങ്ങളിൽ അവസാനത്തെ അമൃത സ്നാനമാണ് ഇന്ന് ഈ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ നടക്കുന്നത്. രാവിലെ മുതൽ ഈ അമൃത സ്നാനത്തിൽ പങ്കെടുക്കുന്നതിനായി ലക്ഷക്കണക്കിന് പേരാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ന് പുലർച്ചെയും രാവിലെ 8 മണി വരെ 62 ലക്ഷം പേരാണ് ത്രിവേണി സംഗമത്തിലെ ഈ അമൃത സ്നാനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. വൈകിട്ടോടുകൂടി ആ സംഖ്യ കോടികളും കടക്കും, അതായത് 2-3 കോടിയൊക്കെ കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ത്രിവേണി സംഗമ പ്രദേശത്തൊക്കെ ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മൗനി അമാവാസി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്നാനമാണ് ഇന്നത്തെ ഈ അമൃത സ്നാനം. രാവിലെ അല്പസമയത്തിനകം തന്നെ വിവിധ അഖാഡകളിലെ അല്ലെങ്കിൽ ഈ നാഗ സന്യാസിമാർ അതുപോലെ തന്നെ മറ്റ് സന്യാസി വര്യന്മാരൊക്കെ ഈ അമൃത സ്നാനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മൗനി അമാവാസി ദിനത്തിലുണ്ടായ തിക്കിലും തിരക്കും തുടർന്നുണ്ടായ അപകടവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്നത്തെ ഈ അമൃത സ്നാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രയാഗ്രാജിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 40,000-ഓളം പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. അതിന് പുറമെ അർദ്ധസൈനിക വിഭാഗക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ തിരക്കുണ്ടാകാതിരിക്കാൻ, ത്രിവേണി സംഗമത്തിലേക്ക് പോകുന്ന പ്രദേശത്തൊന്നും തന്നെ തിരക്കുണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത സ്നാനം കഴിയുന്നവരെ അവിടെ നിർത്താതെ, അതായത് കഴിഞ്ഞ തവണയൊക്കെ ഈ സ്നാനം കഴിഞ്ഞവരെ അവിടെ തന്നെ നിൽക്കുകയും അവിടെ ഒരു വലിയ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ആൾക്കൂട്ടത്തിനൊന്നും തന്നെ പോലീസ് അനുമതി നൽകുന്നില്ല. ഉത്തർപ്രദേശ് സർക്കാരിലെ മുതിർന്ന 3 IAS ഉദ്യോഗസ്ഥർക്ക് ഇന്നത്തെ ഈ സുരക്ഷാ ചുമതല യോഗി ആദിത്യനാഥ് സർക്കാർ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അവർ 3 പേര് കുംഭമേള പുരോഗമിക്കട്ടെ.